തിരുവനന്തപുരം വർക്കലയിൽ കൊലവിളിയുമായി സൈബർ സഖാവ്. തെരഞ്ഞെടുപ്പിൽ വി ജോയ് പരാജയപ്പെട്ടാൽ വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്നാണ് ഭീഷണി. സജീവ CPM പ്രവർത്തകനായ ഷജീം കാളിയാറാണ് ഫേസ്ബുക്കിലൂടെ കൊലവിളി നടത്തിയത്. CPMലെ വിഭാഗീയതയാണ് കൊലവിളിക്ക് പിന്നിലെന്നാണ് സൂചന. പാർട്ടിയിൽ തന്നെ വി ജോയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് കൊലവിളിയെന്നും വിവരം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രശാന്ത്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതേയുള്ളൂ, അതായത് തോൽക്കും എന്നായപ്പോൾ ഇപ്പോഴേ തുടങ്ങി കൊലവിളി എന്നാണോ? രാഖി അശ്വത്, അതായത് വർക്കലയിലെ ഒരു സൈബർ സഖാവാണ് ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഈ ഭീഷണി സന്ദേശം വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത്തരത്തിൽ വർക്കലയിലെ CPMൻ്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിൽ വിഭാഗീയത രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വി ജോയ്ക്കെതിരെ ഒരു വിഭാഗം അന്ന് തന്നെ നേരത്തെ രംഗത്ത് വരികയും അത് വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തിരുന്നു. അവരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ സൈബർ സഖാവിൻ്റെ കൊലവിളി ഭീഷണി എന്നാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്ന വിവരം. അതായത് തെരഞ്ഞെടുപ്പിൽ വി ജോയ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എതിരായി വോട്ട് ചെയ്തവരെ എല്ലാവരെയും നോക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തും എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ കൊലവിളി ഭീഷണി മുഴക്കുന്നത്. വർക്കലയിലെ ഒരു സജീവ CPM പ്രവർത്തകനും അതോടൊപ്പം തന്നെ ഗുണ്ട എന്ന ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഷജീം കാളിയാർ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ കൊലവിളി ഭീഷണി മുഴക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഓരോരുത്തരെയും നോക്കി വെച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ എതിരായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നാട് വിട്ട് പൊയ്ക്കോളം, ഇല്ലെങ്കിൽ വകവരുത്തും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഭീഷണി മുഴക്കുന്നത്. ഇത് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്ക് വഴിയാണ് ഈ ഭീഷണി മുഴക്കിയത്. ഇത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഈ നമുക്കറിയാം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയത രൂപപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല CPMൻ്റെ തന്നെ ഒരു നേതാവ് തന്നെയാണ് BJPയിലേക്ക് എത്തുകയും BJPയിൽ അംഗത്വം എടുക്കുകയും ഒക്കെ ചെയ്തത്. ഇത്തരമൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ വി ജോയിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ നേരത്തെ തന്നെ രംഗത്ത് വരികയും അവിടെ ഒരു ചെറിയ വിഭാഗീയത രൂപപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഫലമാണ് ഇത്തരത്തിൽ ഈ സൈബർ സഖാവിൻ്റെ കൊലവിളി എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും വർക്കലയിൽ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു പരാജയ ഭീതി CPMനുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വി ജോയ്ക്ക് ഇടത് സ്ഥാനാർത്ഥിക്ക് എതിരായി വോട്ട് ചെയ്തവരെല്ലാവരും ഓടി ഒളിച്ചോണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സൈബർ സഖാവ് രംഗത്ത് വെത്തിയിരിക്കുന്നത്. ഇയാൾ CPMൻ്റെ സജീവ പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു ഗുണ്ടാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളാ തന്നെയാണെന്നാണ് നമുക്ക് പ്രാദേശികമായി അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അന്നത്തെ മുൻ MLA കൂടിയായിട്ടുള്ള വർക്കല കഹാറുമായി അടുത്ത ബന്ധം പുലർത്തിയുന്ന ആളാണ് ഈ ഷജീം കാളിയാർ എന്ന വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തുടർന്ന് അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞാണ് പിന്നീട് ഈ CPMലേക്ക് വരികയും ചെയ്തത്. എന്തായാലും ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു കൊലവിളി മുദ്രാവാക്യം അല്ലെങ്കിൽ കൊലവിളിയാണ് ഇയാൾ ഫേസ്ബുക്കിലൂടെ നടത്തിയത്. ആദ്യഘട്ടത്തിൽ മറ്റ് എതിർ പാർട്ടിക്കാരെ ആണ് എന്ന് തോന്നിക്കും വിധമായിരുന്നെങ്കിൽ പിന്നീടാണ് അവിടെ നിന്നും വിവരങ്ങൾ ലഭിച്ചത്. ഇത് എതിർ പാർട്ടിക്കാരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല, സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ കൊലവിളി എന്നതാണ് പിന്നീട് പുറത്തു വന്ന വിവരം. CPMനുള്ളിൽ തന്നെയുള്ള വിഭാഗീയതയാണ് ഇത്തരത്തിൽ ഒരു കൊലവിളിയിലേക്ക് എത്തിച്ചേർന്നതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന വിവരം.